ഹായ് ഫ്രണ്ട്സ്, ഈസി പി എസ് സിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭൂമിശാസ്ത്ര സംബന്ധമായ ചോദ്യങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഡീഗോ ഗാർഷ്യ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? ഡീഗോ ഗാർഷ്യ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഡീഗോ ഗാർഷ്യ ദ്വീപ്. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ. ശുക്രനാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. വിയന്ന ഏത് നദിയുടെ തീരത്താണ്? ഡാന്യൂബ്. വിയന്ന ഡാന്യൂബ് നദിയുടെ തീരത്താണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം. വനഭൂമി ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മിസോറാം. മിസോറാമാണ് ശതമാനാടിസ്ഥാനത്തിൽ വനഭൂമി കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ്? അറ്റ്ലാന്റിക്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്താണ് ന്യൂയോർക്ക് സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം? ഇന്ത്യ. ഇന്ത്യയാണ് തെക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നിവ ഏത് തടാകത്തിലാണ്? ചിൽക്ക. ചിൽക്ക തടാകത്തിലാണ് ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് ഉള്ളത്. മേഘങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി? ട്രോപ്പോസ്ഫിയർ. മേഘങ്ങൾ കൂടുതലായി കാണുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? സിലിക്കൺ. ഭൗമോപരിതലത്തിൽ ഒന്നാം സ്ഥാനം ഓക്സിജന്, രണ്ടാം സ്ഥാനം സിലിക്കൺ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി? നെയ്യാർ. നെയ്യാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകൾ ഉള്ളത്. കേരളത്തിലെ ചന്ദനക്കാടുകളുള്ള പ്രദേശം? മറയൂർ. ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വില കൂടിയ സുഗന്ധ വ്യഞ്ജനം? കുങ്കുമം. കുങ്കുമമാണ് ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണിൻ്റെ പേര്? ഗാദർ. ഗാദർ എന്ന പേരാണ് പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണിൻ്റെ പേര്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര? ആരവല്ലി പർവ്വതനിര. ആരവല്ലി പർവ്വതനിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? നൈൽ. നൈൽ നദിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. നൈൽ നീളം എന്നോർക്കുക. റാഡ്ക്ലിഫ് രേഖ ഏതെല്ലാം രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു? ഓർക്കുക, ഇന്ത്യ പാകിസ്ഥാൻ രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് റാഡ്ക്ലിഫ്. ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. പാമീർ പീഠഭൂമിയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. പമ്പയുടെ പഴയ പേര്? ബാരിസ്. ബാരിസ് എന്നാണ് പമ്പയുടെ പഴയ പേര്. ഏഞ്ചൽ ഫാൾസ് ഏത് രാജ്യത്താണ്? വെനസ്വേല. വെനസ്വേലയിലാണ് ഏഞ്ചൽ ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ സ്വർഗം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ജമ്മു കാശ്മീർ. ഭൂമിയുടെ സ്വർഗം എന്നറിയപ്പെടുന്നത് ജമ്മു കാശ്മീർ. വർഷത്തേക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹം? ശുക്രൻ. ശുക്രനാണ് വർഷത്തേക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം? 3 എണ്ണം. കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3. പടിഞ്ഞാറോട്ടൊഴുകുന്നത് 41. ആകെ 44 നദികളാണ് കേരളത്തിൽ ഉള്ളത്. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ്
ബക്ര നങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിൽ. ഭൂമിയുടെ അകക്കാമ്പിൽ കൂടുതലുള്ള ലോഹം ഇരുമ്പാണ് ഭൂമിയുടെ അകക്കാമ്പിൽ കൂടുതലുള്ള ലോഹം. കശുവണ്ടി വ്യവസായം കൂടുതൽ ഉള്ള ജില്ല കണ്ണൂരാണ് കശുവണ്ടി വ്യവസായം കൂടുതലുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല നമുക്കറിയാം ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ധാരാളം PSCക്ക് ചോദിച്ച ചോദ്യമാണിത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ നേത്രഗ്രാമം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂരാണ് ആദ്യ സമ്പൂർണ്ണ നേത്രഗ്രാമം. പാലരുവി വെള്ളച്ചാട്ടം ഏതു ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത്, ഭൂമിയെയാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത്. ലാഹോർ ഏത് നദിയുടെ തീരത്താണ്? ലാഹോർ സ്ഥിതി ചെയ്യുന്നത് രവി നദിയുടെ തീരത്ത്. ഓർക്കുക, ലാഹോർ രവി നദി. ബ്രഹ്മപുത്രയുടെ ബംഗ്ലാദേശിലെ പേര്? ജമുന. ബ്രഹ്മപുത്രയുടെ ബംഗ്ലാദേശിലെ പേര് ജമുന. മൗണ്ട് അബു ഏത് സംസ്ഥാനത്താണ്? മൗണ്ട് അബു രാജസ്ഥാൻ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി? കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. കൃഷ്ണപുരം കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കായംകുളത്താണ് കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ചിത്ര പൗർണമി ഉത്സവം നടക്കുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? മംഗളാദേവി ക്ഷേത്രം. ചിത്ര പൗർണമി മംഗളാദേവി ക്ഷേത്രം. മാട്ടുപ്പെട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ് മാട്ടുപ്പെട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി? ജലം നദിയാണ് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി. വിന്ധ്യയ്ക്കും സാത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി? നർമ്മദ നദിയാണ് വിന്ധ്യയ്ക്കും സാത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്? ശ്രീഹരിക്കോട്ട. ഓർക്കുക, ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ദാണ്ടിയ നൃത്തം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് ദാണ്ടിയ നൃത്തം ഉള്ളത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത നാഷണൽ ഹൈവേ? NH-17. നാഷണൽ ഹൈവേ 17 കേരളത്തിലൂടെ പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത. പയ്യാമ്പലം ബീച്ച് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് പയ്യാമ്പലം ബീച്ച്. ഗവി വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? പത്തനംതിട്ടയിലാണ് ഗവി വിനോദസഞ്ചാര കേന്ദ്രം ഉള്ളത്. നക്ഷത്രങ്ങളുടെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? പ്രകാശവർഷമാണ് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഏറ്റവും അധികം രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? ജമ്മു കാശ്മീറാണ് ഏറ്റവും അധികം രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി? ജലം കൂടുതലുള്ളത് ബ്രഹ്മപുത്ര നദിയിലാണ് ധാരാളം ജലം ഉൾക്കൊള്ളുന്നത്. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അധികം അഭ്രം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഇന്ത്യയിലാണ് ഏറ്റവും അധികം അഭ്രം ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രൊജക്റ്റ് എലിഫൻ്റ് ആരംഭിച്ച രാജ്യം ഇന്ത്യ. അത് ആരംഭിച്ച വർഷം 1992. പ്രൊജക്റ്റ് എലിഫൻ്റ് 1992. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? അതായത് സംസ്ഥാനങ്ങൾ ധാരാളം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശിന് ചുറ്റിയാണ് ധാരാളം സംസ്ഥാനങ്ങളുള്ളത്. ISROയുടെ ആസ്ഥാനം? ബാംഗ്ലൂരിലാണ് ISROയുടെ ആസ്ഥാനം.
പാകിസ്ഥാനിലെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ് പാകിസ്ഥാൻ്റെ ദേശീയ നദി. ശാന്തസമുദ്രത്തിന് ആ പേര് നൽകിയ വ്യക്തി മെഗല്ലനാണ് ശാന്തസമുദ്രത്തിന് ആ പേര് നൽകിയത്. ഇന്ത്യയിലെ അവസാനമായി രൂപം കൊണ്ട പ്രധാനപ്പെട്ടൊരു തുറമുഖം പോർട്ട് ബ്ലെയർ. ഷോളയാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. ഷോളയാർ അണക്കെട്ട് ചാലക്കുടി പുഴ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. കുരുമുളക് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ജില്ല ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ കുരുമുളക് കൃഷി ചെയ്യുന്നത്. അരിപ്പ ടൂറിസ്റ്റ് കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ് ഇരുണ്ട ഭൂഖണ്ഡം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WTOയുടെ ആസ്ഥാനം ജനീവയിലാണ് WTO സ്ഥിതി ചെയ്യുന്നത്. സിംഹങ്ങൾ ഏറ്റവും കൂടുതലുള്ള വൻകര ആഫ്രിക്ക വൻകരയിലാണ് ധാരാളം സിംഹങ്ങളുള്ളത്. ആമസോൺ നദി ഒഴുകുന്ന ഭൂഖണ്ഡം തെക്കേ അമേരിക്കയിലാണ് ആമസോൺ നദി ഒഴുകുന്നത്. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലൂടെയാണ് ആമസോൺ നദി ഒഴുകുന്നത്. തേയില ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. UN പതാകയുടെ നിറം നീല കളറാണ് UN പതാകയുടെ നിറം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ടെലിഫോൺ സർവീസ് എയർടെലാണ് ഇന്ത്യയിൽ ആദ്യ സ്വകാര്യ ടെലിഫോൺ സർവീസ് നടത്തിയത്. പഞ്ചസാര ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. പഞ്ചസാര ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ 7 NH7 ആണ് ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ. ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ബാങ്ക് ദേശസാൽക്കരണം ആദ്യമായി നടന്നത്. കേരളത്തിലെ ആദ്യ ബാലഗ്രാമം എന്നറിയപ്പെടുന്നത് നെടുമ്പാശ്ശേരി ഗ്രാമമാണ് ആദ്യ ബാലഗ്രാമം എന്നറിയപ്പെടുന്നത്. റൂർക്കേല ഇരുമ്പുരുക്ക് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒറീസയിലാണ് റൂർക്കേല സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്നത്. UN ദിനം ഒക്ടോബർ 24. വലുപ്പത്തിൽ 5-ാം സ്ഥാനമുള്ള ഗ്രഹം ഭൂമിയാണ് വലുപ്പത്തിൽ 5-ാം സ്ഥാനത്തുള്ള ഗ്രഹം. സൂര്യനിലെ പദാർത്ഥങ്ങളുടെ അവസ്ഥ പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യനിൽ പദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പ്ലൂട്ടോ ഗ്രഹപദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വർഷം 2006 പ്ലൂട്ടോ ഗ്രഹപദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. ലോകത്താദ്യമായിട്ട് പട്ട് നിർമ്മിച്ച രാജ്യം ചൈനയാണ് പട്ട് ആദ്യമായിട്ട് നിർമ്മിച്ചത്. ഇന്ത്യയുടെ ഹോളിവുഡ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ് ഇന്ത്യയുടെ ഹോളിവുഡ്. ദേശീയ വിനോദസഞ്ചാര ദിനം ജനുവരി 25 ദേശീയ വിനോദസഞ്ചാര ദിനം. ചൈനീസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഓറഞ്ചാണ് ചൈനീസ് ആപ്പിൾ. ഭൂതത്താൻ കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം. ഇന്ത്യയിലെ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9 സംസ്ഥാനങ്ങൾക്കാണ് കടൽത്തീരം ഉള്ളത്. തണ്ണീർമുക്കം ബണ്ട് ഏത് നദിയിലാണ്? വേമ്പനാട്ടുകായലിലാണ് തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട്, എറണാകുളം ജില്ല. ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി പെരിയാർ.
പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത്. ആർട്ടിക്കിലെ ഇന്ത്യൻ പര്യവേഷണ കേന്ദ്രത്തിൻ്റെ പേര് ഹിമാദ്രി. ആർട്ടിക്കിലെ ഇന്ത്യൻ പര്യവേഷണ കേന്ദ്രം ഹിമാദ്രി. മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക്. നാസിക്കാണ് മുന്തിരി നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫലപുഷ്ടി ഏറ്റവും കൂടുതലുള്ള മണ്ണിനം എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഫലപുഷ്ടി ഏറ്റവും അധികം ഉള്ള മണ്ണിനം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം. കേരളമാണ് ടൂറിസം ഒരു വ്യവസായമായിട്ട് ആദ്യമായിട്ട് അംഗീകരിച്ചത്. ഇന്ത്യയിലെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഏത് സംസ്ഥാനത്തെയാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ കോഹിനൂർ ആന്ധ്രാപ്രദേശ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ജലമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം. ഗംഗാസാഗർ മേള നടക്കുന്ന സ്ഥലം പശ്ചിമ ബംഗാളിലാണ് ഗംഗാസാഗർ മേള നടക്കുന്നത്. പ്രഭാത ശാന്തതയുടെ നാടെന്നറിയപ്പെടുന്നത് കൊറിയ. പ്രഭാത ശാന്തത കൊറിയ. അൾട്രാ വയലറ്റ് കിരണങ്ങളെ കാണാൻ കഴിയുന്ന ഷഡ്പദം തേനീച്ച. തേനീച്ചകൾക്ക് അൾട്രാ വയലറ്റ് കിരണങ്ങളെ കാണാൻ കഴിയും. ഏറ്റവും അധികം മോട്ടോർ വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ഹരിയാന. ഹരിയാനയിലാണ് ഏറ്റവും അധികം മോട്ടോർ വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പറശ്ശിനിക്കടവ് ഏത് ജില്ലയിലാണ്? കണ്ണൂർ. അച്ചൻ കോവിലാർ ഏത് നദിയുടെ പോഷക നദിയാണ്? പമ്പ. പമ്പ നദിയുടെ പോഷക നദിയാണ് അച്ചൻ കോവിലാർ. മുയലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് സ്പെയിൻ. മുയലുകളുടെ നാട് സ്പെയിൻ. കാളപ്പോരിന് പേരുകേട്ട നാട് സ്പെയിൻ. ഏറ്റവും വില കൂടിയ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും വില കൂടിയ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. തഷ്കൻഡ് ഏത് രാജ്യത്താണ്? തഷ്കൻഡ് ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനിലാണ് തഷ്കൻഡ്. ചണം ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ചണം ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. മഴ ഏറ്റവും അധികം ലഭിക്കുന്ന രാജ്യം ബ്രസീൽ. ബ്രസീലിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഗ്രേറ്റ് ബയർ തടാകം ഏത് രാജ്യത്ത്? കാനഡ. കാനഡയിലാണ് ഗ്രേറ്റ് ബയർ തടാകം. ഇന്ത്യ ഹൗസ് എവിടെയാണ്? ലണ്ടൻ. ഓർക്കുക, ഇന്ത്യ ഹൗസ് ലണ്ടനിലാണുള്ളത്. ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ്റെ ആസ്ഥാനം ജനീവ. ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ്റെ ആസ്ഥാനം ജനീവ. ഇന്ത്യയിലെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദു. ഇന്ത്യയിലെ കോഹിനൂർ ഉറുദു. പുല്ലുമേട് ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് പുല്ലുമേട്. ആനകൾ ഏറ്റവും അധികമുള്ള രാജ്യം താൻസാനിയ. ഓർക്കുക, ആനകൾ ഏറ്റവും അധികമുള്ള രാജ്യം താൻസാനിയ.